ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ എടുത്ത തടത്തിൽ വെണ്ട നടാൻ വേണ്ടി പോവുകയാണ്. 2 ഏര് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെണ്ട നട്ടതിന് ശേഷം കുറച്ച് പയർ എന്ന് വെച്ചാൽ നമ്മൾ മമ്പയറില്ലേ, അത് കുറച്ച് മുന്നേ കുറച്ച് പാവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇലയുടെ ആവശ്യത്തിനൊക്കെ എടുക്കാച്ചിട്ട് വെച്ചായിരുന്നു. കായ അങ്ങനെ വല്ലാണ്ടൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് പറിച്ച് മാറ്റിയിട്ട് നമുക്ക് അവിടെ കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ വള്ളി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനും അച്ഛനും കൂടെ നിന്ന് കുറേ നല്ല ഇളയ ഇല നോക്കിയിട്ട് നുള്ളിയെടുത്തു. കുറേ പ്രാവശ്യം നുള്ളിയതാണ്, പിന്നെ ഉണ്ടായി വന്നതാണ്. എന്നാൽ ഇളയ ഇലയ്ക്ക് നുള്ളിയെടുത്തതിന് ശേഷം നമ്മളത് പറിച്ച് പശുവിന് കൊണ്ടു കൊടുക്കുക ചെയ്തത്. അതിന് ശേഷം അവിടെ ഒരു തടെടുത്തിട്ട് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളിയാണ് നടുന്നത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മധുരക്കിഴങ്ങിൻ്റെ വള്ളി 2 ദിവസം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു. താത്ത തന്നതായിരുന്നു. പക്ഷെ അത് നടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് അച്ഛൻ പറഞ്ഞു അതേലായാലും നമുക്ക് അവിടെ നടാം, അവിടെ നല്ല കാച്ചിലുള്ള സ്ഥലമാണ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഉണങ്ങിയ ഭാഗമൊക്കെ വെട്ടി മാറ്റിയിട്ട് കുറച്ച് ഉണക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് പിടിക്കും. നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം അച്ഛൻ അതിന് വേണ്ടിയിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ടിട്ട് അതിൽ കുറച്ച് വെണ്ണൂറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാമെന്ന് കരുതി. അപ്പം ഇങ്ങനെ കിളച്ച് വരുന്ന സമയത്താണ് അവിടെ ഒരു നമ്മൾ കൊള്ളിക്കിഴങ്ങില്ലേ, കൊള്ളിക്കിഴങ്ങ് എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ നനക്കിഴങ്ങ് എന്നൊക്കെ പറയും. എന്താ പറയുക, ഓരോ നാട്ടിലേക്ക് ഓരോ ഭാഷയാവുമല്ലോ. അപ്പം അത് പറിച്ചെടുക്കാന്നുള്ള രീതിയിൽ ചട കിളച്ച് നോക്കി. കുറച്ചായി, 1 വർഷമല്ലേ എൻ്റെ കാലാവധി, കഴിഞ്ഞ വർഷം നട്ടതാണ്. പിന്നെ അതെടുത്തപ്പം അതിൽ ഒരു വള്ളിയിൽ തന്നെ നന്നായി തന്നെ കായുണ്ടായിരുന്നു. കിഴങ്ങ് നല്ലോണം കിട്ടി.
അത് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വള്ളി ചെറിയ പീസാക്കിയത് അങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് അച്ഛൻ. കുറച്ച് വെണ്ണൂറും ചേർത്തിട്ട് ഒരു തടം പോലെ എടുത്തിട്ട് അതിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്, പൂനെ പോലെ ആക്കിയിട്ട്. പിന്നെ ഇനി അത് നനച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി പറിക്കാനുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരു ലേശം വഴുതനയും തക്കാളിയും മുളകൊക്കെ ആയിട്ടൊരു ചെറിയൊരു കവറിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല കായകളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല മുളക് കണ്ടില്ലേ, അത്യാവശ്യം നീളമുള്ള മുളകാണ്. അതുപോലെ തന്നെ വഴുതന നല്ല വഴുതന തന്നെയായിരുന്നു. തക്കാളി താഴത്തേക്ക് വന്നിട്ടുണ്ട് ഒരു തൈ, പക്ഷെ തക്കാളി അത്ര നന്നായി വലുതായിട്ടില്ല കേട്ടോ, ഒക്കെ ചെറുതാണ്, എടുക്കാനായിട്ടില്ല. 1-2 കിട്ടി. കുറച്ച് വഴുതന അരച്ചു, ലേശം ചെറിയ മുളക് അരച്ചു. എന്നുവെച്ചാൽ വലിയ മുളക് പറിച്ചില്ല. വലിയ മുളക് ഒന്നുകൂടെ മൂത്ത് നല്ല ചുമന്ന കളറായിട്ട് എടുക്കാമെന്ന് കരുതി. ഉണക്കാൻ പറ്റുന്ന ടൈപ്പ് മുളകാണല്ലോ, അപ്പം അങ്ങനെ എടുത്താൽ നല്ല അതിൽ ചേർക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അറക്കും ചെയ്യും, അറിയാൻ പറ്റില്ല. അങ്ങനെ അതും കുറച്ച് ചീരയും, പിന്നെ അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് കറിവേപ്പില, അതിൽ കയറിയിട്ടാണ് നമ്മൾ കറിവേപ്പിലയും പറിക്കാറുള്ളത്. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച്